മണിയമ്പിള്ള രാജു ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നത് അദ്ദേഹം ഈ ഒരു ആക്സിഡന്റ് നടന്നതായി അറിഞ്ഞത് ഒരു ശബ്ദം കേട്ടിട്ടാണെന്നാണ്. പക്ഷെ ഇവിടെ കണ്ടതെന്ന് പറയുമ്പോൾ ആ വാഹനത്തിന്റെ അദ്ദേഹം സഞ്ചരിച്ച അദ്ദേഹത്തിന്റെ കാറിന്റെ വോൾവോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ വാഹനത്തിന്റെ ആ ഫ്രണ്ട് ബമ്പർ ഉൾപ്പെടെ ആ റോഡിൽ എന്നാൽ ആക്സിഡന്റ് നടന്ന ആ സ്ഥലത്ത് തന്നെ വീണ് കിടപ്പുണ്ടായിരുന്നു. അത്രയും ഭാഗം ആ വണ്ടിയിൽ നിന്ന് അടർന്നു പോയിട്ട് തന്നെ അദ്ദേഹം ഒരു ശബ്ദം മാത്രം കേട്ടു എന്ന് പറയുന്നത് അത് വിരോധാഭാസമാണ്. കൃത്യമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സംശയകരമായ കാര്യം. കാരണം ഒരു സാധാരണക്കാരനായിരുന്നു ഇന്നലെ ഒരു ആക്സിഡന്റ് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ തട്ടിയാണ് രണ്ടുപേർ വീണതെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ തന്നെ പോലീസ് അവരെ ട്രേസ് ചെയ്ത് വീട്ടിൽ പോയി അവരെ അറസ്റ്റ് ചെയ്ത് ബാക്കി നിയമ നടപടിയൊക്കെ വിധേയമാക്കുമായിരുന്നു. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണോ അദ്ദേഹത്തിന് ഇത്രയും ഒരു പ്രിവിലേജ് കിട്ടിയതെന്നുള്ളതാണ് ഡൗട്ട്. കാരണം 12 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള ടെസ്റ്റ് പോലും നടത്താൻ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച, വലിയൊരു കൃത്യവിലോപം നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്? നമ്മൾ ഇന്നലെ രാത്രി ഒരു സംഭവം നടന്നതായി അറിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട ഒരു സിനിമാ താരം മണിയമ്പിള്ള രാജു, അപ്പോൾ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഒരു വാഹനം 2 യുവാക്കൾ വന്ന ഒരു ബൈക്കിൽ തട്ടി ആ 2 യുവാക്കളും ആ റോഡിൽ അപകടം പറ്റി വീഴുന്ന ഒരു സ്ഥിതിയുണ്ടായി. എന്നിട്ടും അദ്ദേഹം ആ വണ്ടി നിർത്താനോ ആ യുവാക്കളെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാനോ പോലും തയ്യാറാവാത്തൊരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ ഈ മണിയമ്പിള്ള രാജുവും അതുപോലെ തന്നെ മറ്റ് സിനിമാ താരങ്ങളുമെല്ലാം സിനിമാ താരങ്ങളായത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങളുള്ളത് കൊണ്ടാണ്. നമ്മൾ പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടതുകൊണ്ടാണ് ഇവരിന്ന് വലിയ സിനിമാ താരങ്ങളായതും ആഡംബര കാറുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും. ആ ഒരു ചിന്താഗതിയെങ്കിലും അവർക്ക് വേണ്ടേ? അത് 2 യുവാക്കളാണ് അവിടെ ആക്സിഡന്റ് പറ്റി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ തട്ടി വീണത്. എന്നിട്ട് പോലും തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം ജീവനും കൊണ്ട് ഓടുന്ന ഒരു ദൃശ്യമാണ് ആ CCTVയിൽ നിന്ന് വ്യക്തമായത്. അപ്പോൾ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് എന്ത് പറ്റിയതായാലും അദ്ദേഹത്തിന്റെ തെറ്റല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് CCTV ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അതിൽ നിന്നും വ്യക്തമാണ്. എന്നിരുന്നാലും 2 യുവാക്കളല്ലേ, 2 കുടുംബത്തിന്റെ പ്രതീക്ഷയല്ലേ. അപ്പോൾ 2 കുടുംബത്തിന്റെ അത്താണികളായ 2 പേര് അവര് ജീവന് വേണ്ടി മല്ലിടുമ്പോൾ ആക്സിഡന്റ് പറ്റി റോഡിൽ കിടക്കുമ്പോൾ അവർ അങ്ങനെ ഉപേക്ഷിച്ച് പോയത് നല്ലൊരു സിനിമാ താരത്തിന് പറ്റിയ ഒരു പണിയല്ല. സമൂഹത്തോടൊരു പ്രതിബദ്ധത വേണ്ടേ? സമൂഹത്തിനോട് പ്രതിബദ്ധത വേണം. അതുപോലെ തന്നെ അദ്ദേഹം പ്രത്യേകിച്ചൊരു തിരുവനന്തപുരത്തുകാരൻ കൂടിയാണ്. അപ്പോൾ തിരുവനന്തപുരത്തുകാരൻ കൂടിയായിട്ട് തിരുവനന്തപുരത്തുകാർ 2 പേരെ ഇടിച്ച് റോഡിലിട്ടിട്ട് അദ്ദേഹം ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പോയത് ശരിയായില്ല. പിന്നെ അദ്ദേഹം ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് പുറത്ത് സ്ലോയിലാണ് ഇറങ്ങുന്നത്. അത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആ സമയത്ത് നല്ല വേഗതയിൽ വന്നൊരു ബൈക്ക് വന്ന് ഇടിക്കുന്നുണ്ട്. ബൈക്ക് വന്ന് ഇടിക്കുന്നു. ആ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന 2 യുവാക്കളും വലത് സൈഡിലേക്ക് തെറിച്ച് വീഴുന്നു.